وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MHM ഇസ്ലാമിക് അക്കാദമിയിലെ ാണല്ലോ നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ അവസരത്തിൽ അറിവിന്റെ മഹാത്മ്യം എന്ന വിഷയത്തിൽ അല്പം ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ സൗഭാഗ്യം കനിഞ്ഞേകിയ അല്ലാഹുവിനെ ഞാൻ അസംഖ്യ സ്തുതികൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹീനിൻ വഹാൻ. ഭൂമോപരിതല സൃഷ്ടികളിലെ ഉന്നതനാണ് മനുഷ്യൻ. ഭൂമിയിലുള്ള ചൈതന്യാധീന വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ വിദഗ്ധനാകുന്നത് അവന്റെ അറിവും വിവേകവും കൊണ്ടാണ്. തന്റെ ജീവിതത്തെ ചിട്ടയായ രൂപത്തിൽ ചിട്ടപ്പെടുത്താനും ജീവിത ലക്ഷ്യങ്ങളെ തേടിപ്പിടിക്കാനുമുള്ള ഒരു പ്രധാന ആയുധമായിട്ടാണ് അറിവ് വർദ്ധിക്കുന്നത്. ഒരു ഭാഷ പഠിച്ചാൽ നിനക്ക് ഒരു ചിറക് മുളച്ചു, രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറക് മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രശസ്തമാണ്. ലോകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മതങ്ങളും അറിവിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അറിവിന് അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഖുൽ ഹൽ യസ്തവിൽ ലദീന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന പ്രശസ്ത ചോദ്യം ലോക ജനതയിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് ഖുർആൻ അറിവുള്ളവന്റെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നു. മുന്നോട്ടുള്ള ഗമനത്തിൽ അപജയം സംഭവിച്ച ഏതൊരു രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും അവസ്ഥ നാം പരിശോധിച്ചാൽ അതിന് ഹേതുവായി ലഭിക്കുക അറിവുള്ളവന്റെ അഭാവമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.